ഇപ്പോഴും ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ പേര് അഭിമാനമായി മുഴങ്ങി. അപ്പോൾ നമ്മുടെ ഇടയിലോ കുറ്റങ്ങൾ മാത്രം. വേറെ ആരെയും കുറിച്ചല്ല, നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. സോ ഇത് പറയും, പേര് കേൾക്കുമ്പോൾ മലയാളികൾ എന്ത് ചെയ്യും? കമന്റ് ഇടാൻ റെഡിയാ, തെറി വിളിക്കാൻ. നിങ്ങൾ വിളിച്ചോ, എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ പറയേണ്ട സ്ഥലത്ത് പറഞ്ഞിരിക്കും. അപ്പോൾ മോദി എന്ന വ്യക്തിനെ നമ്മളൊക്കെ കുറ്റം പറയാ. ഞാൻ ഭൂരിഭാഗം കമന്റ്സിലും ഈ ന്യൂസ് ചാനലിന്റെ കമന്റ്സിലും മുഴുവൻ ഞാൻ മോദിനെ കുറിച്ചിട്ടുള്ള മറ്റേ നെഗറ്റീവ് കമന്റ്സാണ് കാണുന്നത്. ലോകരാജ്യങ്ങള് മോദിനെ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ മലയാളികൾ ഇവിടെ ഇരുന്ന് മോദിനെ കുറിച്ച് കുറ്റം പറയാം. മോദി എത്രയധികം കാര്യങ്ങൾ ചെയ്തു ഇന്ത്യക്ക് വേണ്ടി, ഡിജിറ്റൽ ഇന്ത്യ, അതേപോലെ എത്രയധികം കാര്യങ്ങൾ ചെയ്തു. ഇതാരും കാണുന്നില്ല. കുറേ അധികം കാര്യം ചെയ്തിട്ടുണ്ട് മോദി. ഇതൊന്നും നമുക്ക് കാണണ്ട. നമുക്ക് ആളെ ചെറിയ തെറ്റെന്താണോ ചെയ്യുന്നത് അത് മാത്രം കണ്ടാൽ മതി. അയാൾ എങ്ങനെയെങ്കിലും ഇന്ത്യയുടെ ഇതിൽ നിന്ന് താഴ്ത്തിടണം. പക്ഷെ നിങ്ങൾ വിചാരിച്ചത് നടക്കില്ല. അയാൾ പ്രൂവ് ചെയ്തു അയാളാണ് ബെസ്റ്റ് എന്ന്. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ദുബായിൽ. അയാൾ ശ്രീലങ്കനായിരുന്നു. അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടിയ ബെസ്റ്റ് മന്ത്രിയാണ്, നിങ്ങൾക്ക് കിട്ടിയ ബെസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആണ് നരേന്ദ്രമോദി. കാരണം ഞങ്ങളുടെ രാജ്യത്ത് ഭരണം ശരിയല്ല. ഞങ്ങളുടെ രാജ്യത്ത് ഭരണം ഭയങ്കര വീക്കാണ്. ഞങ്ങൾ കഷ്ടപ്പെട്ട അവിടെ ജീവിക്കണേ. പക്ഷെ നിങ്ങളുടെ രാജ്യത്ത് സ്ട്രോങ് ആയിട്ടുള്ള ലീഡർ ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ രാജ്യം എന്ത് ചെയ്യണേ ഇപ്പോഴും അവിടെ പിടിച്ചിരിക്കുന്നതും വേൾഡിൽ തന്നെ നമ്മൾ അറിയപ്പെടുന്നതും വേൾഡിൽ തന്നെ നമ്പർ 1 വൈകാതെ നമ്മൾ തന്നെ ആവുകയും ചെയ്യും. സോ ഇത് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അതാണ് ആ മോദി എന്ന ആളുടെ പവർ. അതാണ് മോദി എന്ന ആളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി. ലോകം ഇന്നെല്ലാം പറയുന്നു, ഇന്ത്യ വളരുന്നു, ഇന്ത്യ മുന്നേറുന്നു. ഒരു മനുഷ്യൻ നല്ലത് ചെയ്യുമ്പോൾ അവനോടുള്ള ശത്രുക്കൾ കൂടും. പക്ഷെ നല്ലത് ചെയ്യുന്നത് എല്ലാവർക്കും ഇഷ്ടമല്ല. ചിലർക്ക് അത് വെളിച്ചം, മറ്റൊരാൾക്ക് അതേ വെളിച്ചം കണ്ണു പൊള്ളലാണ്. ആളേത് ജാതി ആയിക്കോട്ടെ, ആളേത് മതം ആയിക്കോട്ടെ, ആളേത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, അയാളൊരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് കുറേ അധികം ക്വാളിറ്റീസ് ഉണ്ട്. ആ ക്വാളിറ്റീസ് ആക്സെപ്റ്റ് ചെയ്ത് ബാക്കിയുള്ള എല്ലാ ജാതിയായാലും എല്ലാ മതങ്ങളായാലും അയാളുടെ ക്വാളിറ്റീസ് ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. അയാൾ എന്തൊക്കെ ഇന്ത്യക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെന്ന് ആലോചിക്കുക. അതാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ആ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാൻ പഠിക്കണം. അത് മലയാളികൾ പഠിക്കേണ്ട ഒരേ ഒരു സാധനമുള്ളൂ, ഗ്രാറ്റിറ്റ്യൂഡ്. ചെയ്ത കാര്യത്തിന് നന്ദി ഉണ്ടായിരിക്കണം എപ്പോഴും. അത് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും അത് മനസ്സിലാക്കുക. ഇത്രേ പറയാനുള്ളൂ. ഇത് ഒരാളെ സപ്പോർട്ട് ചെയ്തിട്ടല്ല, ഞാൻ ഒരു പാർട്ടിയും അല്ല. പക്ഷെ എൻ്റെ മനസ്സിൽ തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞു.